I am Ismaya. I am third year BCom student in Aman College of Advanced Studies. My roll number is 50. I am discussing about Provident Fund and the provisions of Income Tax Act. So let's start. Provident Fund. The word provident means to provide for the future. Hence, this fund is to provide for the future. This fund is created by an amount deducted from the salary of the employee every month at a certain rate, and the employer also makes his own contribution to this fund. അതായത് ഈ ഫണ്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയുള്ളതാണ്. കൂടാതെ ഈ ഫണ്ട് ഓരോ മാസവും ഒരു നിശ്ചിത നിരക്കിൽ എംപ്ലോയീൻ്റെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു തുക അയാൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. കൂടാതെ എംപ്ലോയർ ഈ ഫണ്ടിലേക്ക് ഓൺ കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്യുന്നു. ദീസ് കോൺട്രിബ്യൂഷൻസ് are invested to earn interest, which is also credited to the employee's provident fund account. ഈ കോൺട്രിബ്യൂഷൻസ് ഇൻട്രസ്റ്റ് നേടുന്നതിനായി ഇൻവെസ്റ്റായി നൽകുന്നു. അത് എംപ്ലോയീൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. When an employee retires from his service, he receives this amount in lump sum along with interest on it and is a great help to him at that time. ഒരു എംപ്ലോയി തൻ്റെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് ഈ തുക ഒറ്റത്തവണയായി അതിൻ്റെ പലിശ സഹിതം അത് ലഭിക്കുന്നു. ആ ഒരു തുക അയാൾക്ക് പലിശ സഹിതം ലഭിക്കുന്നു. അത് ആ സമയത്ത് അയാൾക്ക് വലിയൊരു സഹായമാണ്. If unfortunately the employee dies during the tenure of his service, the amount of this fund is received by his wife and children or legal heirs, which is of great help to them. അൺഫോർച്ചുനേറ്റ്ലി എംപ്ലോയി തൻ്റെ സേവന കാലയളവിൽ മരിക്കുകയാണെങ്കിൽ ഈ ഫണ്ടിൻ്റെ തുക അയാളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ ലീഗലായുള്ള ഏതെങ്കിലും അവകാശികൾക്കും ലഭിക്കുന്നു. ഇതും അവർക്ക് വലിയൊരു ഹെൽപ്പാണ്. നെക്സ്റ്റ്, പ്രൊവിഡൻറ്റ് ഫണ്ട് സെക്ഷൻ 10 subsection 11 and 12. On retirement, an employee gets a lump sum from his provident fund. റിട്ടയർ ചെയ്യുമ്പോൾ ഒരു എംപ്ലോയിക്ക് അവൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ഒരു തുക ലഭിക്കുന്നുണ്ട്. The provisions of the Income Tax Act are as follows. First one, the amount received from statutory provident fund is fully exempt. അതായത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുക ഫുള്ളായിട്ടും ഒഴിവാക്കിയിരിക്കും. സെക്കൻഡ് വൺ, the amount received from recognized provident fund is fully exempt provided he was in continuous service for 5 years. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുക 5 വർഷം തുടർച്ചയായി സേവനത്തിൽ ആയിരുന്നെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കും. തേർഡ് വൺ, ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഫോളോസ്. അതിൽ ഫസ്റ്റ് വൺ, ഔട്ട് ഓഫ് ദ ലംപ് സം റിസീവ്ഡ് ഷെയർ ഓഫ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സാലറി. ലഭിച്ച തുകയിൽ എംപ്ലോയർ തൻ്റെ കോൺട്രിബ്യൂഷൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും ഷെയർ സാലറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് വൺ, ദ ഷെയർ ഓഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് എക്സെപ്റ്റ്. എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ ഷെയർ ഒഴിവാക്കിയിരിക്കുന്നു. ലാസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതായത് എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലാസ്റ്റ് പറഞ്ഞ 3 രീതിയിലാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ലഭിച്ച തുക പരിഗണിക്കുന്നത്. സോ ഐ എം കൺക്ലൂഡ് ഹിയർ. താങ്ക് യു എവരിവൺ.